ഒരു ഫോട്ടോയിൽ കാണുന്നത് ഷമീമ എന്ന 28-കാരിയാണ്. ഇവർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു. ഈ മരണത്തിന് ഉത്തരവാദി ഭർത്താവാണ് എന്നാണ് ഇപ്പോൾ ഷമീമയുടെ ബന്ധുക്കൾ പറയുന്നത്. കാരണം ഇവരെ ഹോസ്പിറ്റലിലാക്കുമ്പോൾ 6 മാസം ഗർഭിണിയായിരുന്നു. 6 മാസം ഗർഭിണിയാകുമ്പോൾ വരെ വീട്ടിൽ നിന്ന് ഇവർക്ക് ബോധമില്ലാത്ത കോമ സ്റ്റേജിലാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാക്കിയത്. 1 മാസത്തോളമാണ് ഈ ഒരു സ്ത്രീ കോമ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ ഹോസ്പിറ്റലിൽ കിടന്നത്. അതായത് 7 മാസം ഗർഭിണിയായി. അങ്ങനെ ഒരു ദിവസം ഈ ഒരു സ്ത്രീ മരിച്ചപ്പോഴാണ് ഷമീമയുടെ ബന്ധുക്കൾ പറയുന്നത് ഭർത്താവ് നവാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ. എന്തൊക്കെ ആരോപണങ്ങളാണെന്നറിയോ? ഒന്ന്, ഈ ഭർത്താവ് ഇവരെ 1 വർഷം മുമ്പ് വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ കാലെന്ന് പരിക്കേറ്റിട്ട് നിരന്തരം മർദ്ദിക്കും. ഇവർക്ക് വിഷമെന്തോ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇവർ കോമ സ്റ്റേജിലായത്. ഒരു ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടിയൊരു ഭാര്യനെയും ഇങ്ങനെ അടിച്ചിട്ട് കോമ സ്റ്റേജിലാക്കാൻ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നത്? ഇങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടും ആ സ്ത്രീനെ എന്തുകൊണ്ട് ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു? പാവം, ഈ സ്ത്രീക്ക് ഉമ്മയില്ല ഉപ്പയില്ല, അവരൊക്കെ മരണപ്പെട്ടു പോയി. ആകുള്ളത് ഗൾഫിലുള്ളൊരു സഹോദരനാണ്. ആ സഹോദരൻ പറയുന്നത് ഇതൊക്കെ എനിക്കറിയാം, എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ മർദ്ദനങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ ചോദിക്കാൻ ചെന്ന അയാൾക്കും മർദ്ദനമേറ്റു. അതായത് ഒരു ഫോണ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അയാൾക്കും മർദ്ദനമേറ്റു. അയാളെ കയ്യുമ്പോൾ സ്റ്റിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. എടോ, ഞാൻ ചോദിക്കട്ടെ, ഒരു സാഹചര്യം ഇങ്ങനെയാണ്, അനുകൂലമല്ല, ഭർത്താവ് ഈ രീതിയിൽ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെയും അതിൻ്റെ പിന്നാലെ പോകുന്നത്? ടോക്സിക് റിലേഷൻഷിപ്പ് ആവുന്നത്. ഇന്ന് ആ സ്ത്രീ മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നവാസ് എന്നുള്ള ഭർത്താവിനെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ട് ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടണം. ഇവൻ വെറും ഇവളെ ഉപദ്രവിക്കലും കാര്യമാണ്. ഇതിൻ്റെ മുന്നേ ഒരു കൊല്ലം മുന്നേ ഇവളെ വണ്ടി ഇടിപ്പിച്ച് കുത്താൻ നോക്കി. പിന്നെ കൊളെ കാലും കൈക്കെല്ലാം മുറിവുണ്ട്. അതും കോളെ കുഞ്ഞൻ്റെ മുന്നിൽ വെച്ചാണ് ഇവൻ ചെയ്തത്. പിന്നെ ഇവന് അടിക്കലും പിടിക്കലും ഉണ്ട്, തന്നെ ഫോണിൽ വിളിക്കലുണ്ട്, അവൾ വിളിച്ച് പറയലുണ്ട്. പരാതി പറഞ്ഞിരുന്നു? പരാതി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഷമീമയുടെ അവസ്ഥയൊക്കെ? ബോധമില്ലാണ്ട് വായിന്ന് നൊര വന്ന അവസ്ഥയിലായിരുന്നു. അതായത് ഇവിടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തോ ഇവിടെ വിളിച്ചിട്ട് ഫോൺ കയറ്റി ഇവിടെ ഉമ്മ പോയി നോക്കിയതാ. ആ സമയത്ത് പിന്നെ കിടക്കുക, കുമ്പിട്ട് കിടക്കുകയാണ്, ബോധമില്ല. അങ്ങനെ എടുത്ത് നമ്മൾ കൊലാടി കാണിച്ച് അവിടെ നിന്ന് നേരെ ഇവിടെ കൊണ്ടുവന്ന്. ഇവിടുന്ന് ആ സമയത്ത് പറഞ്ഞ് ഇവിടെ വിഷം കൈ സംശയം എന്ന് പറഞ്ഞു. ആ സമയത്ത് ട്യൂബിട്ട് എന്തോ പുറത്ത് കിട്ടി. പിന്നെ പറഞ്ഞ ക്ഷതയുണ്ടെന്ന് പറഞ്ഞ്. പിന്നീട് അങ്ങോട്ട് 1.5 മാസത്തോളം ഒരു ഇതില്ലാണ്ട് കോമയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് വെച്ചാൽ ഇവർക്ക് പറ്റുന്ന രാത്രി അവിടെ നിന്ന് 6 മണിക്ക് പോയിക്ക്. അപ്പോൾ ഡോക്ടർമാർ അന്ന് പറഞ്ഞാൽ ഇവിടെ 5 മണിക്കൂർ മുന്നേ ഇവിടെ ബോധം കിടന്നിക്കുന്ന പറയുന്നത്. ഇവൻ പോകുന്നത് 6 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഏകദേശം 5 മണിക്കൂർ അവിടെ കിടക്കുന്നുണ്ട്. ഡോക്ടർ വെച്ചാൽ 5-6 മണിക്കൂർ ഇവിടെ കിടക്കുന്നുണ്ട്, കോമ കിടക്കുന്നില്ല. ഇവിടെ നിരന്തരം മർദ്ദിക്കാറുണ്ട്. പിന്നെ ഇത് മെഞ്ഞാന്ന് അവരടിച്ച പാടാണ്. കയ്യിലുള്ളതോ? മെഞ്ഞാന്ന് ഭർത്താവും കമ്പനി അടിച്ച പാടാണ്. അവളെ ഫോണ് വേണമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പം ഞാൻ 4-5 തുന്നുണ്ട് കൈൻ്റെ മുകളിൽ. മെഞ്ഞാന്ന് രാത്രി വന്നിട്ട് ഇവനെ കല്ലെടുത്ത് കുത്താൻ നോക്കിയതാ. ഇത് കൈ വെച്ചാലും കൈക്കുണ്ട്. അപ്പോൾ എനിക്കും ഭീഷണിയാണ്, എന്നെ കൊല്ലും, എന്നെ പിടിക്കുന്നവർ തന്നെ. രാത്രി വെള്ളമടിച്ച് വിളിച്ചിട്ട് ചെറിയ എന്താ പറയുക, നമുക്ക് തെളിയണത് എന്താ വെച്ചാൽ തെളിയണം. അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ട് നേരത്തെ പരാതി ഒന്നും കൊടുത്തിരുന്നില്ലേ? ഇവിടെ ഇവർക്ക് ബാപ്പയും ഉമ്മയില്ല, ഈ ഒരു ആങ്ങളെ മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ ആ ക്ഷമിച്ചവള് എല്ലാം വിളിച്ച് പറയുള്ളൂ. പക്ഷെ ഇവർക്ക് പോകാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് സഹിച്ചവിടെ നിന്നതാണ്. കാരണം സ്വന്തം ബാപ്പയും ഉമ്മയെല്ലാം മരണപ്പെട്ട ഒരു കുട്ടിയാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സഹിച്ചവിടെ എല്ലാം വിളിച്ച് പറയല്ലേ, അടിക്കലെല്ലാം പിടിക്കലൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിന് മുന്നേ ഇവിടെ ഓട്ടോ കുത്തിയിട്ട് കാലും കൈ ഒടിഞ്ഞിക്ക്. ആ സമയത്ത് വിളിച്ച് നമ്മൾ 10 രൂപയ്ക്ക് വിട്ടതാണ്. ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് ഇവിടെ സഹിച്ച് നിന്ന് പോയതാണ്. പിന്നെ 2 ഗർഭം അടച്ചിട്ട് ഇവിടെ ഉമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ 2 ഗർഭം ഇവിടെ അടച്ചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആദ്യത്തെ കുട്ടി ഉണ്ടായിരുന്നു, അതിന് മുന്നേ മർദ്ദിക്കാറ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചറിയിക്കായിരുന്നു എല്ലാവർക്കും അല്ല. പിന്നെ ഇവിടെ വോയിസ് നമ്മളെ കൈമലുണ്ട്. ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ച വോയിസ് ഉണ്ട്. അതായത് എന്നെ അടിക്കലുണ്ട് പിടിക്കലുണ്ട് പറഞ്ഞ വോയിസ് ഇവിടെ ബെസ്റ്റ് കൈമലുണ്ട്. എനിക്ക് ഇവിടെ നിന്നുകൂടെ പറഞ്ഞ വോയിസ് നമ്മളെ കൈമലുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലായതിനു ശേഷം ഭർത്താവ് നവാസ് ഒന്ന് നോക്കിയിട്ടില്ലേ? അവൻ 3 ദിവസം വന്ന് പിന്നെ അവനങ്ങ് പോയി. പിന്നെ നിന്നില്ല. അവൻ്റെ ഉമ്മയും അങ്ങ് പോയി. പിന്നെ മരിക്കുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നെയാണ്. അത് എനക്കും ഉമ്മാക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. മരിച്ചതിന് ശേഷമോ? ഇന്നലെ രാവിലെ വന്ന, പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. സഹോദരിയുണ്ട്. സഹോദരിയൊക്കെ എന്താ പറയുന്നത്? എല്ലാം തെളിയണം, എല്ലാവരും തെളിയണം. ഉള്ളത് പറയുന്നത്. കാരണം അവരങ്ങനെ ആയാലും തെളിയണം നമുക്ക്. കാരണം ഒരു ചെറിയ വയസ്സിലെ കുട്ടിയാണ്, ഗർഭിണിയാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് നീതി കിട്ടണം, അതേ പറയാനുള്ളൂ. എങ്ങനെ ഇന്നത്തെ പെൺകുട്ടികൾ ഒരു വിവാഹത്തിന് വേണ്ടി സമ്മതിക്കാം? ഒരു വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വിവാഹമേ വേണ്ടെന്നാണ് പറയണത്. കാരണം എന്താ? ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനെയാണ്. ഇത്തരം കേസുകളെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം നമ്മുടെ കേരളത്തിൽ ശരാശരി ഒരു പെൺകുട്ടിനെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ ആ വീട്ടുകാരുടെ ഒരു പ്രതീക്ഷ ആ മകൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണല്ലോ. ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നത്? അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു, പിന്നുള്ളതൊരു വേറൊരു ആങ്ങള,
അവർ കല്യാണം കഴിച്ച് വേറെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇതിനിടയിൽ ഞാനൊരു സങ്കടം പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അവരെ ലൈഫ് സന്തോഷം കളയുന്നത് എന്തിനാണെന്ന് ആ പാവ സ്ത്രീ കരുതിയിട്ടുണ്ടാവും. എന്ത് കരുതിയാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു നിലക്കും വിവാഹം എന്നുള്ളത് ജോലി കിട്ടാതെ നിങ്ങൾ വിവാഹത്തിൽ നിൽക്കരുത് എന്നുള്ളത് ഇനി വരുന്നൊരു തലമുറയോട് അത് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോഴും ഇതൊക്കെ അറിഞ്ഞാലും പല രക്ഷിതാക്കളും കാണാം 18-19 വയസ്സാകുമ്പോഴേക്ക് മക്കളുടെ കല്യാണക്കാരായിട്ട് നോക്കാൻ നടക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കി ഉണ്ടാക്കുന്ന ഒരു കല്യാണക്കാരും അത് ഈ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവരാ സങ്കടങ്ങളോടൊന്ന് പറയുമോ? അവരാ സങ്കടങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്നും പറയില്ല. ഒടുവിൽ അവർ ആരുടെയെങ്കിലും അടിയേറ്റ് മരണപ്പെടുക ചെയ്യുക. സാധാരണ സ്ത്രീകൾ ചെയ്യൽ സ്വന്തം നിലക്ക് ജീവൻ കൊടുക്കാനുള്ള ശ്രമങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിട്ട് 7-6 മാസം ഗർഭിണിയായൊരു സ്ത്രീ 1 മാസത്തോളം വെന്റിലേറ്ററിൽ കോമാ സ്റ്റേജിൽ കിടന്നിട്ട് അങ്ങനെ 7 മാസം ഗർഭിണിയായിട്ട് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതേതോ കിടക്കണ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു കഥയല്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ കോഴിക്കോട് പയ്യോളിൽ നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് പറയുന്നത് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ കുടുംബത്തിൻ്റെ ആരോപണത്തിന് അനുസരിച്ചിട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, കൃത്യമായ നടപടി എടുക്കുന്നുള്ളതാണ്. എന്ത് നടപടി എടുത്താലും ആ ജീവൻ തിരിച്ചു കിട്ടും. ഇവർക്കൊരു കുഞ്ഞും കൂടി ഉണ്ട്. ആ ഒരു കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ചിട്ടൊക്കെയാണ് ഈ മർദ്ദനം. ഇത് ഈ മർദ്ദിക്കുന്ന ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മർദ്ദിക്കുന്നവരാണോ? നിങ്ങളുടെ ഭർത്താക്കന്മാർ മർദ്ദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു നന്മ ഉണ്ടാവില്ല. ഞാൻ പറയാം, വലിയ അറിവുള്ള താടിയും തലപ്പാവും വെച്ച ആളുകൾ വരെ ഭാര്യമാരെ മർദ്ദിക്കും. അതിനൊക്കെ ഓരോരോ റീസണുകൾ അവർ കണ്ടെത്തും. ഒരു പറയും ഇതൊക്കെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യമാരടിക്കാമെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന ആളുകളുണ്ട്. ആ രീതിയിലാണ് സമൂഹം. അപ്പോൾ ഇനി വരുന്നൊരു തലമുറയെങ്കിലും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജോലി കിട്ടാതെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. ആൺപിള്ളേർ വിവാഹത്തെക്കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കുക? അവർ സെറ്റിൽഡ് ആവാൻ ശ്രമിക്കുന്നത്, അവർക്കൊരു ജോലി കിട്ടി അവർ സുരക്ഷിതാവുമ്പോൾ മാത്രമാണ് അവർ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അതേപോലെ പെൺകുട്ടികളും എന്ത് ചെയ്യണം? ആ രീതിയിൽ വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്കൊരു ജോലി കിട്ടിയതിന് ശേഷമാവണം. ഇതേപോലത്തെ ഒരു ഷമീമയുടെ അവസ്ഥ ഉണ്ടാക്കരുത്. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുണ്ടെങ്കിലും പുറത്തു കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ നാളെ ഇനിയും ഇത് ആവർത്തിക്കും ഇതേപോലെയുള്ള സംഭവങ്ങൾ. സങ്കടം തോന്നുന്നത് വന്നിട്ട് ചാനലിൽ വന്ന് പറയണത് കേൾക്കുമ്പോൾ എന്നൊരു നിസ്സഹായതയാണല്ലേ. ഒരു വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ ഇടികൊള്ള ചീത്ത കേൾക്കുക, അവസാനം കോമാ സ്റ്റേജിൽ കിടക്കേണ്ടുന്നൊരു സാഹചര്യം. ഇതിലപ്പുറം എന്തൊരു ഗതികേടാണ് ഒരു സ്ത്രീക്കുള്ളത്. ഇത് നമ്മൾ തുറന്നു പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളുടെ കൂടെ നിൽക്കണോ, സ്ത്രീയുടെ പാവാട പിടിക്കണമാണ്, കോന്തല പിടിക്കണമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ കോമാ സ്റ്റേജിൽ കിടക്കണില്ല എന്നുള്ളൂ, ഇതുപോലെ ജീവൻ പോയിട്ടില്ല എന്നുള്ളൂ. പല കുടുംബങ്ങളിലും ഭർത്താവിൻ്റെ വീടുകളിലും സമാന അനുഭവങ്ങളോടെ പോകുന്ന ആളുകളുണ്ട്. പടച്ചോൻ കാക്കട്ടെ നമുക്ക് പറയാൻ കഴിയുള്ളൂ.